നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 7ാമത്തെ യൂണിറ്റായ ഹ്യൂമൻ ബോഡി എ വണ്ടർ സർക്കുലേഷൻ എക്സ്ക്രീഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ എന്ന് പറയുന്ന ആ യൂണിറ്റിൻ്റെ ആണ് കേട്ടോ. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ കുറച്ച് നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ സർക്കുലേഷൻ എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ അത്രയും വരെയുള്ള പോർഷനായിരുന്നു നിങ്ങൾക്ക് സെക്കൻഡ് ടൈം എക്സാമിന് ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള നോട്ട്സാണ് ഈ ഒരു വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ യൂണിറ്റ് സ്കൂളിൽ കഴിഞ്ഞു, നെക്സ്റ്റ് യൂണിറ്റാണ് ഇപ്പോൾ എടുക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് അടുത്ത യൂണിറ്റ്സിൻ്റെയും കൂടെ നോട്ടൊക്കെ അപ്ലോഡ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. വാട്ട് ഈസ് എക്സ്ക്രീഷൻ? എന്താണ് എക്സ്ക്രീഷൻ? എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ വിസർജനം. എക്സ്ക്രീഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് യൂറിയ, എക്സസ് വാട്ടർ, സോൾട്ട്സ് എക്സെട്ര. അതായത് യൂറിയ, പിന്നെ എക്സസ് ആയിട്ടുള്ള വാട്ടർ, ആവശ്യത്തിൽ കൂടുതലുള്ള വെള്ളം, പിന്നെ സോൾട്ട്, ലവണങ്ങൾ, ഇതിനെയൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ആസ് എ റിസൾട്ട് ഓഫ് ലൈഫ് പ്രോസസ്സ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ജീവൽ പ്രവർത്തനങ്ങൾ വഴിയാണ്. ലൈഫ് പ്രോസസ്സസ് അല്ലേ? ലൈഫ് പ്രോസസ്സ് എന്ന് വെച്ചാൽ ജീവൽ പ്രവർത്തനങ്ങൾ, അതുവഴിയാണ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. ഓക്കെ ആണല്ലോ. അടുത്തത്, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് കിഡ്നി. കിഡ്നിയെക്കുറിച്ച് ചെറിയൊരു നോട്ട് തയ്യാറാക്കാൻ. കിഡ്നീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്ക്രീറ്ററി ഓർഗനാണ് അല്ലേ? വിസർജന അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്. അപ്പോൾ കിഡ്നി അല്ലെങ്കിൽ വൃക്ക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു എക്സ്ക്രീറ്ററി ഓർഗനാണ്. ദേ ആക്ട് ആസ് ഫിൽറ്റേഴ്സ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഒരു ഫിൽറ്ററായിട്ട്, ഒരു അരിപ്പയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹ്യൂമൻ ബോഡിയിലെ ഫിൽറ്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കിഡ്നിയാണ്. ദെൻ കിഡ്നീസ് ആർ ബീൻ ഷേപ്ഡ് ആൻഡ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഓൺ എയ്തർ സൈഡ് ഓഫ് ദി വെർട്ടിബ്രൽ കോളം. അതായത് കിഡ്നി എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് ഒരു ബീൻസിൻ്റെ ഒരു ഷേപ്പാണ്. അപ്പോൾ കിഡ്നീസ് ആർ ബീൻ ഷേപ്പിലുള്ള ഒരു ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നത്. ആൻഡ് ആർ ലൊക്കേറ്റഡ്, ഇത് ലൊക്കേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി, നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി, നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് അല്ലേ? അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ്. ഓൺ എയ്തർ സൈഡ് ഓഫ് ദി വെർട്ടിബ്രൽ കോളം. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ രണ്ട് സൈഡിലായിട്ടുമാണ് കിഡ്നി സ്ഥിതി ചെയ്യുന്നത്. കിഡ്നീസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ പ്രോപ്പർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട്സ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ കോൺസെൻട്രേഷനിൽ വാട്ടറും സോൾട്ടും, അതായത് ജലവും ലവണങ്ങളും കറക്റ്റായിട്ടുള്ള അളവിൽ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിഡ്നി വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു. കിഡ്നീസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നു. എന്തിനാണ്? ഇൻ മെയിൻറ്റെയിനിങ് ദ പ്രോപ്പർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെയും ലവണത്തിൻ്റെയും പ്രോപ്പർ കോൺസെൻട്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കിഡ്നി വളരെ വലിയ പങ്ക് വഹിക്കുന്നു. അടുത്തത്, വിച്ച് ബ്ലഡ് വെസൽസ് ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നീസ് ആൻഡ് ബ്ലഡ് ബാക്ക് ഫ്രം ദ കിഡ്നീസ്. അതായത് കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നതും കിഡ്നിയിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്നതും ഏത് ബ്ലഡ് വെസൽസ് ആണെന്ന്. അതായത് കിഡ്നിക്കുള്ളിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് ആരാണ്? ഏത് ബ്ലഡ് വെസലാണ്? അതുപോലെ കിഡ്നിയിൽ നിന്നുള്ള ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഏത് ബ്ലഡ് വെസലാണ്? ദ ആൻസർ നോക്കിയുള്ളൂ. ദ റീനൽ ആർട്ടറി. റീനൽ ആർട്ടറി എന്ന് വെച്ചാൽ വൃക്കാധമനി ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നീസ്. കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് റീനൽ ആർട്ടറി എന്നറിയപ്പെടുന്ന വൃക്കാധമനിയാണ്. ഇനി റീനൽ വെയിൻ ക്യാരീസ് ബ്ലഡ് ബാക്ക് ഫ്രം ദ കിഡ്നീസ്. കിഡ്നിയിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് റീനൽ വെയിൻ. റീനൽ വെയിൻ ആണ് കിഡ്നിയിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത്. എന്നാൽ കിഡ്നിയുടെ ഉള്ളിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് റീനൽ ആർട്ടറി. റീനൽ വെയിൻ എന്ന് വെച്ചാൽ വൃക്കാസിര, റീനൽ ആർട്ടറി വൃക്കാധമനി. അടുത്തത്, ഹൗ ഡസ് ദ ബ്ലഡ് ഇൻ ദ റീനൽ ആർട്ടറി ഡിഫർ ഫ്രം ദാറ്റ് ഇൻ ദ റീനൽ വെയിൻ. അതായത് റീനൽ ആർട്ടറിയിലുള്ള ബ്ലഡും റീനൽ വെയിനിലുള്ള ബ്ലഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദ റീനൽ ആർട്ടറി ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നീസ്. റീനൽ ആർട്ടറി ബ്ലഡ് കിഡ്നിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ദിസ് ബ്ലഡ് കണ്ടെയ്ൻസ് യൂറിയ, ഗ്ലൂക്കോസ്, സോൾട്ട്സ്, ഓക്സിജൻ ആൻഡ് അതർ കമ്പണൻസ്. ഈ ബ്ലഡിൽ, റീനൽ ആർട്ടറി കൊണ്ടുവരുന്ന ബ്ലഡിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്? യൂറിയ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, സോൾട്ട് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, പിന്നെ മറ്റു പല കമ്പണൻസും ഉണ്ട്. ബട്ട് ദ ബ്ലഡ് റിട്ടേണിംഗ് ത്രൂ ദ റീനൽ വെയിൻ ആഫ്റ്റർ ഫിൽട്രേഷന് ശേഷം ഈ പറയുന്ന റീനൽ ആർട്ടറി കൊണ്ടുവരുന്ന ബ്ലഡ് റീനൽ വെയിനിലോട്ടാണ് കടത്തിവിടുന്നത്. അതുവഴിയാണ് പുറത്തോട്ട് പോകുന്നത്.
ആ റീനൽ വെയിനിൽ ആഫ്റ്റർ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് റീനൽ വെയിനിൽ കൂടെ പോകുന്ന ബ്ലഡിൽ കണ്ടെയ്ൻസ് എന്തൊക്കെയാണ് ഉള്ളത്? കമ്പാരിറ്റീവ്ലി ലെസ് എമൗണ്ട് ഓഫ് യൂറിയ, വളരെ ചെറിയ അളവിൽ യൂറിയ ഉണ്ട്. പിന്നെ ഗ്ലൂക്കോസ് ലെസ് എമൗണ്ടിൽ യൂറിയ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, സോൾട്ട് ഉണ്ട്, പിന്നെ ഓക്സിജൻ ഉണ്ട്, മറ്റു കമ്പണൻസ് ഉണ്ട്. റീനൽ ആർട്ടറി കൊണ്ടുവന്ന ബ്ലഡിൽ വലിയ അളവിൽ യൂറിയയും ഗ്ലൂക്കോസും സോൾട്ടും ഓക്സിജനും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ റീനൽ വെയിനിൽ കിട്ടിയ ബ്ലഡിൽ ഇതൊക്കെ ലെസ് എമൗണ്ട് ആണുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ട്യൂബ് ക്യാരീസ് യൂറിൻ ഫ്രം ദ കിഡ്നി? കിഡ്നിയിൽ നിന്ന് യൂറിൻ ക്യാരി ചെയ്യുന്ന ട്യൂബിൻ്റെ പേരെന്താണെന്ന്? യുറീറ്റർ. എന്താണ്? യുറീറ്റർ. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് യൂറിൻ കളക്റ്റഡ്? യൂറിൻ കളക്ട് ചെയ്യുന്ന പാർട്ട് ഏതാണ്? അത് യൂറിനറി ബ്ലാഡർ. അപ്പം കിഡ്നിയിൽ നിന്ന് യൂറിൻ കൊണ്ടുപോകുന്നത്, കിഡ്നിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിനെ കൊണ്ടുപോകുന്നത് യുറീറ്ററും ഈ പറയുന്ന യൂറിൻ കളക്ട് ചെയ്യുന്നത് യൂറിനറി ബ്ലാഡറിലുമാണ്. ഓക്കെ ആണല്ലോ. ദ ആവറേജ് ഡെയിലി ഔട്ട്പുട്ട് ഓഫ് യൂറിൻ ഫ്രം എ ഹെൽത്തി പേഴ്സൺ ഈസ്, ഒരു ഹെൽത്തി പേഴ്സൻ്റെ യൂറിൻ എത്ര അളവിലാണെന്ന് എത്രയാണ്? 1.5 ലിറ്ററാണ്. 1.5 ലിറ്ററാണ് കേട്ടോ. ഒരു ഹെൽത്തി പേഴ്സൻ്റെ യൂറിൻ്റെ അളവാണ് 1.5 ലിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഹെൽത്ത് പ്രോബ്ലംസ് ദാറ്റ് വിൽ ഒക്കർ ഇഫ് യു ഡോണ്ട് ഡ്രിങ്ക് ഇനഫ് വാട്ടർ ആൻഡ് യൂറിനേറ്റ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്? നമ്മൾ ആവശ്യത്തിലുള്ള വെള്ളം കുടിക്കാതിരിക്കുകയോ കറക്റ്റ് ടൈമിൽ യൂറിനേറ്റ് ചെയ്യാതിരിക്കുക, മൂത്രം ഒഴിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന്. പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദി കിഡ്നീസ് റിക്വയർ അഡിക്വേറ്റ് ഇൻടേക്ക് ഓഫ് വാട്ടർ. വളരെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുടിക്കുക എന്നുള്ളത് ആ കിഡ്നിയുടെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ്ങിന് വളരെ അത്യാവശ്യമാണ്. ഇഫ് യു ഡോണ്ട് യൂറിനേറ്റ് ഫോർ എ ലോങ് ടൈം, ഒരുപാട് സമയം നമ്മൾ മൂത്രം ഒഴിക്കാതിരുന്നാൽ, യൂറിനേറ്റ് ചെയ്യാതിരുന്നാൽ, പാത്തോജൻസ് വിൽ ഗെറ്റ് മൾട്ടിപ്ലൈഡ് ഇൻ ദ യുറീത്ര ആൻഡ് ബ്ലാഡർ. അപ്പം നമ്മൾ കുറേ സമയം മൂത്രം ഒഴിക്കാതിരുന്നാൽ രോഗാണുക്കൾ യുറീത്രയിലും ബ്ലാഡറിലും ഉള്ള രോഗാണുക്കൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പെരുകുന്നു അല്ലേ? രോഗാണുക്കൾ പെരുകുന്നു. ലീഡിങ് ടു ഇൻഫെക്ഷൻ, അത് അണുബാധയിലേക്ക് നയിക്കുന്നു അല്ലേ? ഇൻഫെക്ഷനിലോട്ട് നയിക്കുന്നു. വിച്ച് കോസസ് പെയിൻ ഇൻ ലോവർ അബ്ഡോമൻ? ഇത് ലോവർ അബ്ഡോമനിൽ, അതായത് അടിവയറ്റിൽ പെയിൻ ഉണ്ടാക്കുന്നു, വേദന ഉണ്ടാക്കുന്നു. ആൻഡ് എ ബേണിംഗ് സെൻസേഷൻ വയൽ യൂറിനേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ബേണിംഗ് സെൻസേഷൻ എന്ന് വെച്ചാൽ പുകച്ചിലുണ്ടാക്കുന്നു. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റ് സമയത്തിന് മൂത്രമൊഴിക്കാതിരിക്കുകയോ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുകയോ ഉണ്ടാകുന്നത്. അടുത്തത്, വാട്ട് ആർ ദ മെഷേഴ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് അവർ കിഡ്നി? നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഏതൊക്കെയാണ്? ഗീവ് അപ്പ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്കർ. മദ്യപാനവും പിന്നെ പുകവലിയും ഉപേക്ഷിക്കുക. ഗീവ് അപ്പ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. എക്സസൈസ് ഡെയിലി, ദിവസവും എക്സസൈസ് ചെയ്യുക. അവോയ്ഡ് ഓവർ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, കൃത്രിമ പാനീയങ്ങൾ അവോയ്ഡ് ചെയ്യുക, അവയുടെ ഓവർ യൂസേജ് അവോയ്ഡ് ചെയ്യുക. റെഡ്യൂസ് എക്സസ് യൂസ് ഓഫ് സോൾട്ട് അധികം ഉപയോഗിക്കാതിരിക്കുക, കൂടുതലായിട്ട് ഉപ്പ് ഉപയോഗിക്കരുത്, കുറച്ചൊക്കെ. റെഡ്യൂസ് ദ യൂസ് ഓഫ് അൺനെസസറി മെഡിസിൻസ്, ആവശ്യമില്ലാത്ത മെഡിസിൻസിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 12 ഗ്ലാസസ് ഓഫ് വാട്ടർ ഡെയിലി, ദിവസവും 12 ഗ്ലാസ് വെള്ളം കുടിക്കുക, മിനിമം 12 ഗ്ലാസ് വെള്ളം കുടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മീൻസ് ടു സേവ് സമ്മൺ സഫറിങ് ഫ്രം കിഡ്നി ഫെയിലുവർ? കിഡ്നി ഫെയിലുവറായ ഒരാളെ രക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ വഴികളാണുള്ളതെന്ന്? എന്തൊക്കെയാണ്? ഡയാലിസിസ് ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് ഡയാലിസിസ് എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയുണ്ട്, അതുപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രക്രിയ, ഇതൊക്കെ മാറ്റിവെക്കൽ. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പ്ലാന്റിംഗ് വൺ കിഡ്നി ഫ്രം എ ഹെൽത്തി ഡോണർ ടു എ പേഴ്സൺ ഹൂസ് ബോത്ത് ദ കിഡ്നീസ് ആർ ഇംപയർഡ്. ഒരു ഹെൽത്തി ഡോണറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആരോഗ്യവാനായ ദാതാവിൽ നിന്ന് ഒരു കിഡ്നി എടുത്ത് 2 കിഡ്നിയും തകരാറിലായ ഒരാളുടെ ദേഹത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ വച്ചുപിടിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് പോസിബിൾ ഓൺലി ഇഫ് ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദി ഡോണർ ആൻഡ് റെസിപ്പിയൻ്റ് ആർ കോമ്പാറ്റബിൾ. ഡോണറിൻ്റെയും ദാതാവിൻ്റെയും കൊടുക്കുന്ന ആളിൻ്റെയും റെസിപ്പിയൻ്റ് സ്വീകരിക്കുന്ന ആളിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആയാൽ മാത്രമേ, കോമ്പാറ്റബിൾ ആയാൽ മാത്രമേ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പോസിബിൾ ആവുകയുള്ളൂ അല്ലേ? പിന്നെ 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും കിഡ്നി ഡൊണേറ്റ് ചെയ്യാം. 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാം? കിഡ്നി, അവരുടെ വൃക്ക ദാനം ചെയ്യാം.
വാട്ട് മെറ്റീരിയൽസ് ആർ എക്സ്പെൽഡ് ഫ്രം ദ ബോഡി ത്രൂ സ്വെറ്റ്? സ്വെറ്റ് വഴി നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു പോകുന്നത് ഏതൊക്കെ മെറ്റീരിയൽസ് ആണെന്ന്? ആൻസർ വാട്ടർ ആൻഡ് സാൾട്ട്. ജലവും ലവണങ്ങളുമാണ് സ്വെറ്റ് വഴി നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളുന്നത്. സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പാണ് കേട്ടോ. അടുത്ത റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് സ്വെറ്റ്. സ്വെറ്റിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ. സ്വെറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്വെറ്റ് ഗ്ലാൻസ് ഇൻ ദ സ്കിൻ. നമ്മുടെ സ്കിന്നിലെ സ്വെറ്റ് ഗ്ലാൻസ് ആണ് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിയർപ്പ് ഗ്രന്ഥികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സസ് വാട്ടർ ആൻഡ് സോൾട്ട് ഇൻ ദ ബോഡി ആർ എലിമിനേറ്റഡ് ത്രൂ സ്വെറ്റ്. നമ്മുടെ ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് സ്വെറ്റ് വഴിയാണ്. ദ ഹീറ്റ് ടു ഇവാപറേറ്റ് സ്വെറ്റ് ഈസ് ടേക്കൺ ഫ്രം അവർ ബോഡി. ഈ സ്വെറ്റിനെ ഇവാപറേറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഹീറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ബോഡിയിൽ നിന്നാണ് എടുക്കുന്നത്. സ്വെറ്റിംഗ് ദസ് ഹെൽപ്സ് ഇൻ അവർ ടെമ്പറേച്ചർ റെഗുലേഷൻ. അങ്ങനെ അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു? കൂളാവുന്നു. അപ്പോൾ എക്സസ് ആയിട്ടുള്ള നമ്മുടെ ബോഡിയിലുള്ള ഹീറ്റ് പിന്നെ പോവുകയല്ലേ ചെയ്യുന്നത്. അതാണ് പറയുന്നത് സ്വെറ്റിംഗ് വിയർക്കൽ ദസ് ഹെൽപ്സ് ഇൻ അവർ ടെമ്പറേച്ചർ റെഗുലേഷൻ. നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ റെഗുലേഷനെ അത് സഹായിക്കുന്നു. അതെ, താപ നിയന്ത്രണത്തിന് നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ റെഗുലേഷനെ ഈ സ്വെറ്റിംഗ് സഹായിക്കുന്നു. അടുത്തത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്കിൻ. നമ്മുടെ സ്കിന്നിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. സ്വെറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്വെറ്റ് ഗ്ലാൻസ് ഇൻ ദ സ്കിൻ. നമ്മുടെ സ്കിന്നിലുള്ള സ്വെറ്റ് ഗ്ലാൻസ് ആണ് അല്ലെ, വിയർപ്പ് ഗ്രന്ഥികളാണ് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സസ് വാട്ടർ ആൻഡ് സോൾട്ട് ഇൻ ദ ബോഡി ആർ എലിമിനേറ്റഡ് ത്രൂ സ്വെറ്റ്. നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് അധികമുള്ള ഈ ജലവും പിന്നെ സോൾട്ട് ലവണങ്ങളും പുറത്തോട്ട് പോകുന്നത് സ്വെറ്റ് വഴിയാണ് അല്ലേ, വിയർപ്പ് വഴിയാണ്. പ്രൊട്ടക്റ്റിംഗ് ദ ബോഡി ബൈ കവറിങ് ഇറ്റ് ആൻഡ് സെൻസിങ് ടച്ച് ആർ ആൾസോ ദ ഫങ്ഷൻസ് ഓഫ് ദി സ്കിൻ. സ്കിന്നിൻ്റെ മറ്റ് രണ്ട് ഫങ്ഷൻസ് ആണ് പ്രൊട്ടക്റ്റിംഗ് ദ ബോഡി, നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ബൈ കവറിങ് ഇറ്റ് അല്ലേ, നമ്മുടെ ബോഡിയെ കവർ ചെയ്ത് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആൻഡ് സെൻസിങ് ടച്ച്, പിന്നെ നമുക്ക് ടച്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പർശനം എന്ന് പറയുന്ന അത് സെൻസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതും നമ്മുടെ സ്കിന്നിൻ്റെ രണ്ട് ഫങ്ഷൻസ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, സ്കിൻ മസ്റ്റ് ബി thoroughly ക്ലിൻസ്ഡ് വൈൽ ബാത്തിങ്. വൈ? നമ്മൾ കുളിക്കുമ്പോൾ സ്കിന്ന് തീർച്ചയായും വൃത്തിയാക്കണം, ക്ലെൻസ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന്. സ്വെറ്റ് കംസ് ഔട്ട് ഫ്രം ദ സ്വെറ്റ് ഗ്ലാൻസ് ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഇൻ ദ സ്കിൻ. നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ പോർ എന്ന് വെച്ചാൽ സുഷിരങ്ങൾ, പോർസ് എന്ന് വെച്ചാൽ സുഷിരങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള വളരെ ചെറിയ സുഷിരങ്ങളുണ്ട്. അതുവഴിയാണ് സ്വെറ്റ് ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വെറ്റ്സ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. മനസ്സിലായോ? സ്വെറ്റ്സ് കം ഔട്ട് ഫ്രം ദ സ്വെറ്റ് ഗ്ലാൻസ്. സ്വെറ്റ് ഗ്ലാൻസിൽ നിന്ന് സ്വെറ്റ് പുറത്തേക്ക് വരുന്നത് ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഇൻ ദ സ്കിൻ. സ്കിന്നിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ വഴിയാണ്. ഇഫ് ദ സ്വെറ്റ് അക്യുമുലേറ്റ്സ് ഇൻ ദ സ്കിൻ ഇറ്റ് വിൽ കോസ് ഡിസീസസ്. ഇപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന സ്വെറ്റ് അവിടെ തന്നെ അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അവിടെ തന്നെ അടിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് എന്തുണ്ടാക്കുന്നു? ഇറ്റ് വിൽ കോസ് ഡിസീസ്. അത് ഡിസീസ്, അത് എന്തെങ്കിലും അസുഖത്തിന് കാരണമാകുന്നു. ദെയർഫോർ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്കിൻ മസ്റ്റ് ബി thoroughly ക്ലെൻസ്ഡ് വൈൽ ബാത്തിങ്. നമ്മൾ കുളിക്കുന്ന സമയത്ത് സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കുളിക്കാറുണ്ടല്ലോ എല്ലാ ദിവസവും. അപ്പോൾ കുളിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലായോ? നമ്മുടെ സ്കിൻ എപ്പോഴും എന്താവണം? ക്ലീൻ ആയിട്ടിരിക്കണം. അതുകൊണ്ട് നമ്മളെന്നും കുളിക്കണം കേട്ടോ. അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ലിവർ. ലിവർ ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഏതാണ്? ലിവറാണ്. ഇറ്റ് ഡെസ്ട്രോയ്സ് ദ ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസസ് റീച്ചിങ് ത്രൂ ദ ബ്ലഡ് വഴി നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനെയൊക്കെ നശിപ്പിക്കുന്നത് ലിവറാണ്. ബൈൽ ദാറ്റ് ഈസ് എസെൻഷ്യൽ ടു ഡൈജസ്റ്റ് ഫാറ്റ്സ് ഈസ് ആൾസോ സിന്തസൈസ്ഡ് ഇൻ ദ ലിവർ. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ബൈൽ എന്ന് പറയുന്നത്. ബൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു എൻസൈം, അത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ബൈൽ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എസെൻഷ്യൽ, ഇത് വളരെ അത്യാവശ്യമാണ്. ഏതിന്? ടു ഡൈജസ്റ്റ് ഫാറ്റ് ഉണ്ടല്ലോ, ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈൽ വളരെ അത്യാവശ്യമാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? അത് ലിവറിലാണ്. ബൈൽ ദാറ്റ് ഈസ് എസെൻഷ്യൽ ടു ഡൈജസ്റ്റ് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ബൈൽ ഈസ് ആൾസോ സിന്തസൈസ്ഡ്. ഇത് സിന്തസൈസ് ചെയ്യുന്നത് എവിടെയാണ്? ഇൻ ദ ലിവറിലാണ്. വെൻ ന്യൂട്രിയൻസ് ബ്രേക്ക് ഡൗൺ അമോണിയ വിച്ച് ഈസ് ഹാർംഫുൾ ടു ദ ബോഡി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഈ ന്യൂട്രിയൻസ് ഒക്കെ, പോഷകങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ, അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? അമോണിയ ഉണ്ടാകുന്നു. ഈ അമോണിയ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വളരെ ഹാംഫുൾ ആണ്, വളരെ ദോഷകരമാണ്.
അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ അമോണിയ വളരെ ദോഷകരമാണ് നമ്മുടെ ബോഡിക്ക്. ലിവർ കൺവേർട്സ് ദിസ് ഇൻറ്റു യൂറിയ. ലിവർ എന്ത് ചെയ്യുന്നു, ഈ അമോണിയയെ യൂറിയ ആക്കി മാറ്റുന്നു. വിച്ച് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് ടോക്സിക്. ഇത് അമോണിയയുടെ അത്ര ദോഷകരമല്ലാത്ത ഒരു വസ്തുവാണ് ഈ യൂറിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. വിച്ച് ഓർഗൻ എലിമിനേറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെൽസ്. സെൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യുന്നത് ഏത് ഓർഗൻ ആണെന്ന്? ഏതാണ്? ലങ്സ് അല്ലേ. നെയിം ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ഏതാ? ലിവർ. വിച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണെന്ന്? ഏതാ? ബൈൽ. ബൈൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബൈൽ എന്ന് പറയുന്നത് ഫാറ്റിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദി ലിവർ. ലിവറിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന്? ഇറ്റ് ഡിസ്ട്രോയ്സ് ദ ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസസ് റീച്ചിങ് ത്രൂ ദ ബ്ലഡ് വഴി നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനെയൊക്കെ ഡെസ്ട്രോയ് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. ബൈൽ ദാറ്റ് ഈസ് എസെൻഷ്യൽ ടു ഡൈജസ്റ്റ് ഫാറ്റ്സ് ഈസ് ആൾസോ സിന്തസൈസ്ഡ് ഇൻ ദ ലിവർ. ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ബൈൽ എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ ലിവറാണ് സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ലിവർ കൺവേർട്സ് ഹാംഫുൾ അമോണിയ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ടു ദ ലെസ് ടോക്സിക് യൂറിയ. ഈ ലിവർ എന്ത് ചെയ്യുന്നു, വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഈ ന്യൂട്രിയൻസ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമോണിയ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയ ആക്കി മാറ്റുന്നു. ഇത്രയാണ് ലിവറിൻ്റെ ഫങ്ഷൻസ്. നേരത്തെ പറഞ്ഞ സെയിം സെൻറ്റൻസ് ഒക്കെ തന്നെയാണ് അല്ലേ, വേറെ വ്യത്യാസമൊന്നുമില്ല. അടുത്തത്, എക്സ്പ്ലെയിൻ നെർവസ് സിസ്റ്റം. എന്താണ് നാഡീവ്യവസ്ഥ? നെർവസ് സിസ്റ്റം ഹെൽപ്സ് അസ് ടു റെസ്പോണ്ട് അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നെർവസ് സിസ്റ്റമാണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ദി ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്. ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ വെച്ചിട്ടാണ്? ബ്രെയിൻ, പിന്നെ സ്പൈനൽ കോഡ്, നെർവ്, ഇതെല്ലാം വെച്ചിട്ടാണ്. സ്പൈനൽ കോഡ് എന്ന് വെച്ചാൽ സുഷുമ്ന നാഡി, ബ്രെയിൻ അറിയാലോ, തലച്ചോറ്, പിന്നെ നെർവ്സ്, നാഡികൾ, ഇതെല്ലാം വെച്ചിട്ടാണ് നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഇൻ ദ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ബ്രെയിൻ. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കള്ളിൻ്റെ ഉള്ളിൽ അല്ലെ, തലയോട്ടിയുടെ ഉള്ളിലാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദ ബ്രെയിൻ ഈസ് ദ സെൻറ്റർ ഓഫ് വിഷൻ, ഹിയറിംഗ്, മെമ്മറി, ഇൻ്റലിജൻസ്, ഇമാജിനേഷൻ ആൻഡ് ഇമോഷൻസ്. ബ്രെയിൻ എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ സെൻറ്റർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? വിഷൻ, കാഴ്ച, ഹിയറിംഗ്, കേൾവി, മെമ്മറി, ഓർമ്മ, പിന്നെ ഇൻ്റലിജൻസ്, ബുദ്ധി, ഇമാജിനേഷൻ, സങ്കല്പങ്ങൾ, പിന്നെ ഇമോഷൻസ്, വികാരങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഓൾ ദ ബോഡി ഫങ്ഷൻസ് ആർ കൺട്രോൾഡ് ആൻഡ് കോഓർഡിനേറ്റഡ് ബൈ ദ നെർവസ് സിസ്റ്റം. എല്ലാ ബോഡി ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണ്? നെർവസ് സിസ്റ്റമാണ്. ദ യൂസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് അഡ്വേഴ്സ്ലി അഫക്ട്സ് ദ ഫങ്ഷൻസ് ഓഫ് ദി നെർവസ് സിസ്റ്റം. നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദി ബ്രെയിൻ. ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സം ഓഫ് ദി മേജർ ഫങ്ഷൻസ് ഓഫ് ദി ബ്രെയിൻ ആർ ടു കൺട്രോൾ മൂവ്മെൻറ്റ്സ് ഓഫ് വേരിയസ് മസിൽസ് ഓഫ് ദി ബോഡി. നമ്മുടെ ബോഡിയിൽ വേരിയസ് മസിൽസ് ഉണ്ട് അല്ലേ, പേശികളുണ്ട്. ഈ പേശികളുടെയൊക്കെ മൂവ്മെൻറ്റ് അല്ലേ, അതിൻ്റെയൊക്കെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നു, ചലനത്തെ നിയന്ത്രിക്കുന്നു. അടുത്തത്, കോർഡിനേറ്റ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നു, ഏകോപിപ്പിക്കുന്നു. ആൻഡ് ഗീവ് ഇൻസ്ട്രക്ഷൻസ് ടു ദ സെല്ലിന് അല്ലേ, നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകുന്നു. ദ ബ്രെയിൻ ഈസ് ദ സെൻറ്റർ ഓഫ് വിഷൻ, ഹിയറിംഗ്, മെമ്മറി, ഇൻ്റലിജൻസ്, ഇമാജിനേഷൻ ആൻഡ് ഇമോഷൻസ്. നേരത്തെ പറഞ്ഞത് തന്നെ, ബ്രെയിൻ എന്ന് പറയുന്നത് വിഷൻ്റെ, ഹിയറിങ്ങിൻ്റെ, മെമ്മറിയുടെ, ഇൻ്റലിജൻസ്, ഇമാജിനേഷൻ ആൻഡ് ഇമോഷൻസ്, ഇതിൻ്റെയൊക്കെ സെൻറ്ററാണ്, ഇതിൻ്റെയൊക്കെ കേന്ദ്രം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത്, നെയിം ദ ബോണി കവറിംഗ് ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ. ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബോണി കവറിംഗ്. ബോണി എന്ന് വെച്ചാൽ അസ്ഥി പേടകം, അസ്ഥി വെച്ചിട്ടുള്ള ഒരു കവറിംഗ് ഉണ്ടല്ലോ ബ്രെയിനിന്, അതിൻ്റെ എന്താണ്? സ്കൾ, തലയോട്ടി. കേട്ടിട്ടുണ്ടോ? സ്കള് അല്ലെങ്കിൽ തലയോട്ടിയാണ് ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബോണി കവറിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് ദി നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പാർട്ട് ഏതാണ്? ദ ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ബ്രെയിൻ നമ്മുടെ തലച്ചോറ്, സ്പൈനൽ കോഡ് സുഷുമ്ന, പിന്നെ നെർവ്സ് നാഡികൾ, ഇതെല്ലാമാണ് നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടുകൾ. അടുത്ത നമുക്ക് അഡോൾസൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ പോർഷനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ നോട്ട്സ് ആയിരിക്കും നമുക്ക് അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്